ഈ വീഡിയോയിൽ നമുക്ക് റൂഫിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് റൂഫിൻ്റെ എക്സ്ട്രൂഷൻ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി അടുത്ത് നമുക്ക് റൂഫിൻ്റെ സോഫിറ്റ്, ഫേഷ്യ ആൻഡ് ഗട്ടർ. ഓക്കെ, ഇത് മൂന്നും പ്ലേസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റൂഫ് വരയ്ക്കാം. റൂഫ് നമുക്ക് ഇത് മൂന്നും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് റൂഫ് ബൈ ഫുട് പ്രിൻറ്റ്. എക്സ്ട്രൂഷനിൽ പ്ലേസ് ചെയ്യാൻ കുഴപ്പമില്ല, ബട്ട് നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്ട്രൂഷനിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് റൂഫ് വരയ്ക്കാം. റൈറ്റ്, ഓക്കെ, നമുക്ക് റൂഫ് വരച്ചിട്ടുണ്ട് ഫസ്റ്റ്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് റൂഫിൻ്റെ സോഫിറ്റാണ്. സോഫിറ്റ് എന്താണെന്ന് ഈ സാധനത്തിനാണ് സോഫിറ്റ് എന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് റൂഫ് എഡിറ്റ് ചെയ്തിട്ട് ഇത് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് പോർഷൻ്റെ സ്ലോപ്പ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇത് അവിടെ സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു പാർട്ട് കാണാൻ പറ്റും. സോഫിറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ട്, അതായത് ഇതിൻ്റെ എക്സ്ട്രൂഷൻ ഓവർ ഹാങ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഈ 3D ടോപ്പ് വ്യൂവിൽ കയറി, അതായത് ഈ പോർഷനിലാണ് എനിക്ക് സാധനം പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വയർ ഫ്രെയിം ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും ഇതാണ് വാളിൻ്റെ ഫേസ്, ഇതാണ് റൂഫിൻ്റെ എൻഡ്. ഇവിടെ കയറി നേരിട്ട് എന്ത് ചെയ്യാം? റൂഫ് സോഫിറ്റ് എടുക്കാം. റൂഫ് സോഫിറ്റ് എടുത്താൽ ചോദിക്കുക ഏത് ലെവലിലാണ് വേണ്ടത്. നമുക്കിപ്പോൾ ഇതിപ്പം സെക്കൻഡ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറിലാണ് വേണ്ടത്. ഇതെടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഈ ഒരു പോയിൻറ്റ് മുതൽ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് തറ്റം വരെ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലേക്കായി കൊടുക്കാം, തറ്റം വരെ കൊടുക്കാം, കുഴപ്പമില്ല. കൊടുത്ത് കഴിഞ്ഞിട്ട് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ വയർ ഫ്രെയിം മാറ്റി മേ ബി ഹിഡൻ ലൈൻ ആക്കി ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ കയറി. ഒരു റെക്റ്റാങ്കിൾ ബോക്സ് പോലെയാണ് ഇത് കാണാം. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതിൻ്റെ തിക്നെസ് മാറ്റി കൊടുക്കാം. എഡിറ്റ് ടൈപ്പിൽ കയറിയിട്ട് തിക്നെസ് ഞാനിത് ഒരു മേ ബി 10 സെൻറ്റിമീറ്റർ കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈറ്റ് ഞാൻ എന്ത് ചെയ്താൽ ഡൗൺ ആറോ യൂസ് ചെയ്തിട്ട് താത്തി കൊണ്ടുവന്നു. ഓക്കെ, ഓക്കെ, നമ്മൾ വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്നുകൂടെ. ലെറ്റ്സ് ഗോ ബാക്ക് ടു വയർ ഫ്രെയിം. ചെറിയൊരു ഞാനിത് ആക്ച്വലി വാളിൻ്റെ സർഫസ് വരെ വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് അലൈൻ ചെയ്ത് കൊടുത്താൽ മതി. അലൈൻ എടുത്തിട്ട് വാളിൻ്റെ ഫേസ്, ലൈനിൻ്റെ എൻഡ്. ഓക്കെ, ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെയ്യാം, നമുക്ക് പഴയ ഫ്രണ്ട് വ്യൂയിലേക്ക് കയറാം. കയറുന്നതിൻ്റെ മുന്നേ ലെറ്റ്സ് ഗോ ടു ഹിഡൻ ലൈൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി 3D ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇങ്ങനെയാണ് സംഗതി ഉണ്ടാവുക. നമ്മളിപ്പം ഇത് റിയലിസ്റ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർ കാണിക്കുന്ന വ്യൂ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സർഫസ് കണ്ടോ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്ന പോലെയുണ്ട്. അതായത് ഈ ഒരു റൂഫിൻ്റെ പാർട്ടും സോഫിറ്റിൻ്റെ പാർട്ട് ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡിഫൈൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈൻ്റെ അകത്ത് ജോയിൻ എടുക്കാം. ജോയിൻ എടുത്തിട്ട് ഫസ്റ്റ് റൂഫ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് സോഫിറ്റ് ഓർ റൂഫ് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ റൂഫിൻ്റെ സ്ലോപ്പ് ഓഫ് ചെയ്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ലോപ്പ് ഓഫ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ സ്ലോപ്പ് ഓണാണെങ്കിൽ നമുക്കിത് അടിയിൽ പോയി നോക്കേണ്ടി വരും. വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. കൂടുതലായിട്ട് പുറത്തുള്ള വീടുകളിലാണ് ഇത് കണ്ടുവരുന്നത്. നമ്മുടെ ഇവിടെ ഒന്നും പ്രോബ്ലി ഐ നെവർ സോ ദാറ്റ് ഹിയർ. ഓക്കെ, ഇത് വേറൊരു കാര്യം, നമ്മൾ ക്യാമറയിൽ ഈ ഒരു പാർട്ട് കാണുകയാണെങ്കിൽ മാത്രം വരച്ചു കൊടുത്താൽ മതി. പ്രോബ്ലി നമ്മൾ ക്യാമറ ഈ ഒരു ആംഗിളാണ് വെച്ച് കൊടുക്കുക. ഈ ഒരു ആംഗിൾ വെക്കുമ്പം whatever happens inside the roof നമ്മളത് കാണില്ല. ഓക്കെ, അതുകൊണ്ട് probably we don't want to do that. Okay, so that's all about soffit. അതുപോലെ തന്നെയാണ് ബാക്കി വരുന്ന പാർട്ടും. So we are having roof fascia here. ഫേഷ്യ ഒന്നുമില്ല, റൂഫിൻ്റെ ഫേസിൽ കൊടുക്കുന്ന ബോർഡാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതെടുത്തിട്ട് റൂഫിൻ്റെ ടോപ്പത്തെ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. യു ക്യാൻ സീ വാട്ട്സ് ഹാപ്പൻ ഹിയർ. എന്താ ഒരു ഫേസിൽ ഒരു ബോർഡ് വരാം, അതിനാണ് നമ്മൾ ഫേഷ്യ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റം പ്രൊഫൈലൊക്കെ വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ലൈക്ക് ഓൾഡ് ഓപ്ഷൻ നമ്മൾ സ്വീപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ, മെട്രിക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. മെട്രിക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഷേപ്പ് വരച്ചെടുക്കുക. ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ക്രിയേറ്റ് ആൻഡ് ലൈൻ എടുക്കുക. ലൈൻ എടുത്തിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ 4th ക്വാഡ്രൻറ്റിലാക്കിയിട്ട് വരയ്ക്കുമ്പം ഒരു കാര്യം നോക്കാം, നമുക്കിതിൻ്റെ ഹൈറ്റ്, റൂഫിൻ്റെ തിക്നെസ് 125. ഓക്കെ, എന്നിട്ട് ബാക്കി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ എന്ത് ചെയ്യുക, ഓരോ ഷേപ്പ് വരച്ചെടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ആർക്ക് മാത്രമേ വരയ്ക്കുന്നുള്ളൂ.
പ്രോബബ്ലി ഇത് താത്തി കൊടുക്കും. ഓക്കെ, ഇനി ഇതിനെ പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്യാം. ഇനി 3D വ്യൂവിൽ പോയിട്ട് ഇതിൻ്റെ എഡിറ്റ് ടൈപ്പിൽ കയറാം. ഫേഷ്യൻ്റെ എഡിറ്റ് ടൈപ്പിൽ കയറാം. നമുക്കിവിടെ പ്രൊഫൈൽ മാറ്റി കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈൽ ഫാമിലി 1 ആയിരുന്നു കണ്ട. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫേഷ്യ. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഗട്ടർ പറയാം. ഗട്ടറും പ്രെറ്റി മച്ച് ഇതേപോലെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്തിട്ട് റൂഫിൻ്റെ ജസ്റ്റ് ലൈക്ക് ഇതിൻ്റെ ഫേസ് സെലക്ട്, മൂന്നും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കൊടുക്കേണ്ട, മൂന്നും കൂടെ ഒരുമിച്ച് കൊടുക്കാമെന്നല്ല, നമ്മൾ അതിൻ്റെ അകത്ത് ഈ രണ്ടെണ്ണം ഒരുമിച്ച്, അതായത് ഒന്നല്ലെങ്കിൽ സോഫ്റ്റ് ഡിഫറെൻ്റ് ആണ്, ഫേഷ്യൽ അല്ലെങ്കിൽ ഗട്ടർ, ഇതിനകത്ത് ഏതൊക്കെ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഗട്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുക, സെയിം റൂഫിൻ്റെ താഴത്തെ ഈ ഒരു പാർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതൊന്നുമില്ല, വെള്ളം പോകാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, വേറെ ഒന്നും അതിൽ പറയാനില്ല. ഓക്കെ, നമ്മളിത് റെൻഡറിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം വരച്ചു കൊടുത്താൽ മതി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വി ക്യാൻ ലീവ് ഇറ്റ്, നോ പ്രോബ്ലം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് റൂഫിൽ മിക്കവാറും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വി ക്യാൻ ഗോ ഫോർ കർട്ടൻ വാൾ. ഓക്കെ, വാളിൻ്റെ അകത്ത് തന്നെ നമുക്ക് 2-3 ടൈപ്പ് വാളാണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് ബേസിക് വാളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് കർട്ടൻ വാളാണ്. കർട്ടൻ വാളൊന്നുമില്ല, വാൾ മെയ്ഡ് ഓഫ് ഗ്ലാസ്, അതായത് ഗ്ലാസിൻ്റെ വാളിനാണ് നമ്മൾ കർട്ടൻ വാൾ എന്ന് വിളിക്കാം. പിന്നെ ബാക്കിയുള്ളത് സ്റ്റാക്ക് വാളാണ്. നമ്മൾ അത് ഞാനിപ്പോൾ 3Dയിൽ പറയുന്നില്ല. ബേസിക്കലി ഫൗണ്ടേഷൻ, RRM, പ്ലിന്ത്, ആ ഒരു ഹൈറാക്കി ഫോളോ ചെയ്തിട്ട് വരുന്ന വാളാണ് ഈ സ്റ്റാക്ക് വാൾ. നമ്മൾ അതൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന കാര്യമുണ്ട്, നമുക്ക് ഈ 3Dയിൽ അതിൻ്റെ ആവശ്യമില്ല. സി കർട്ടൻ വാൾ പ്ലേസ്മെൻറ്റ് ഇസ് വെരി സിമ്പിൾ, ജസ്റ്റ് ലൈക്ക് നമ്മൾ നോർമൽ വാൾ വരയ്ക്കുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് പോയിൻറ്റ്, ബട്ട് യു ഹാവ് ടു റിയലി മേക്ക് ഷുവർ ദാറ്റ് ഇതൊക്കെ പാരാമീറ്റേഴ്സൊക്കെ പ്രോപ്പറായിരിക്കണം എന്ന് മനസ്സിലാക്കാം. സി ഫസ്റ്റ് വൺ ഇസ് ഫ്രം ഗ്രൗണ്ട് ഫ്ലോർ ടു ദിസ് ലെവൽ. നമുക്ക് എന്ത് ചെയ്യാം, സാധാ വാൾ വരയ്ക്കുന്ന പോലെ തന്നെ. ഞാനിപ്പോൾ എടുത്തത് കർട്ടൻ വാളാണ്. ഓക്കെ, ഞാനിപ്പം എന്ത് ചെയ്തു, ഫസ്റ്റ് കർട്ടൻ വാൾ വരച്ചു. ഇപ്പം ഏകദേശം മെറ്റീരിയലിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രോബ്ലി ഗ്ലാസ് പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇറ്റ്സ് മെയ്ഡ് ഓഫ് എ ബിഗ് പാനൽ ഓഫ് ഗ്ലാസ്, അതായത് വലിയൊരു ഗ്ലാസിൻ്റെ പാനലായിട്ടാണ് എന്ത് ചെയ്യുക നമുക്ക് ഈ കർട്ടൻ വാൾ വരാം. അത് കർട്ടൻ വാൾ മാത്രമാണ്. നെക്സ്റ്റ് ഇസ് എക്സ്റ്റീരിയർ ഗ്ലേസിങ്. എക്സ്റ്റീരിയർ ഗ്ലേസിങ്ങിൻ്റെ അകത്ത് സ്റ്റിൽ ദാറ്റ് ഇസ് എ ബിഗ് പാനൽ ഓഫ് ഗ്ലാസ്. ഓൺലി ഡിഫറൻസസ് പ്രോബ്ലി 90ൽ സ്നാപ്പ് ചെയ്യാം. ഡിഫറൻസ് ഉള്ളത് ഗ്ലാസിൻ്റെ പാനലിൻ്റെ ഇടയിൽ ചെറിയ സെപ്പറേഷൻസ് ഉണ്ടാവും. അതായത് ഒരു ഗ്ലാസിൻ്റെ ബിഗ് പാനലിനായിരിക്കും, ബട്ട് സ്റ്റിൽ അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് എടുത്താൽ ബി ചെറിയ ഗ്ലാസ് ആയിരിക്കും. ഓക്കെ, സി നമുക്ക് ഗ്ലാസ് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എക്സ്റ്റീരിയർ ഗ്ലേസിങ്. ലാസ്റ്റ് വൺ ഇസ് സ്റ്റോർ ഫ്രണ്ട്. സ്റ്റോർ ഫ്രണ്ട് എടുക്കുക, ജസ്റ്റ് 2 പോയിൻറ്റ് പിക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് പോയിൻറ്റ് ആൻഡ് സെക്കൻഡ് പോയിൻറ്റ്. സി ഇതിൻ്റെ അകത്ത് മുള്ളിയൻസും കൂടി ഉണ്ടാവും. മുള്ളിയൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാനൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനാണ് നമ്മൾ മുള്ളിയൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതാണ് മെയിനായിട്ട് വരുന്ന സാധനം. ഫസ്റ്റ് ഇതിൽ പറയുന്നത് നമുക്ക് മേ ബി ഈ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, കർട്ടൻ വാൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പം ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവറി വാൾസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏത് വാൾ എടുക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, അത് ഏതെങ്കിലും ഒരു പാർട്ടിൽ വരച്ചു കൊടുക്കണം. ഇപ്പം ഞാനീ പറയാൻ പോകുന്ന കാര്യം ഈസ് ആപ്ലിക്കബിൾ ടു എല്ലാ വാളും. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റോർ ഫ്രണ്ട് എടുത്തിട്ട് അതിൻ്റെ എഡിറ്റ് ടൈപ്പിൽ കയറാം. എഡിറ്റ് ടൈപ്പിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഓട്ടോമാറ്റിക് എംബെഡ്. ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാ വാൾ വരയ്ക്കുന്ന പോലെ ഫസ്റ്റ് പോയിൻറ്റ് ടു സെക്കൻഡ് പോയിൻറ്റ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിൽ എന്തായിട്ടുണ്ടാവും, നമുക്ക് കർട്ടൻ വാൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, സാധാ വാൾ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് സാധാ വാളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഐദർ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് ഹാൻഡിൽ, അല്ലെങ്കിൽ ആ ഹാൻഡിലിൻ്റെ അടുത്ത് ടെക്സ്റ്റ് ഉണ്ട്, അപ്പം എനിക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കണ്ട ഹൈറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. താഴത്തെ കീസ് അതുപോലെ തന്നെ. ബട്ട് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ സെലക്ടിങ് ദ കർട്ടൻ വാളാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കണം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ മുള്ളിയൻസ് സെലക്ട് ചെയ്യാൻ പറ്റും, ഗ്ലാസ് സെലക്ട് ചെയ്യാൻ പറ്റും, അതായത് അതിനെ മൈനർ കോമ്പണൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ആക്ച്വലി നമുക്ക് അത് സെലക്ട് ചെയ്താൽ ഓപ്ഷൻസ് വരില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാം, ബട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ.
വിൻഡോ ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് സ്കെഡ്യൂളിങ്ങിൽ പ്രശ്നം വരും. ബട്ട് 3D മോഡലിൽ നമുക്ക് കുഴപ്പമില്ല. വി ആർ നോട്ട് സ്കെഡ്യൂളിങ് റൈറ്റ് നൗ. സി 3 പാനൽ വിൻഡോ ആയി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വാളിൽ ചെയ്യുന്ന എല്ലാ കാര്യം വി ക്യാൻ ഹാവ് ഓപ്പണിംഗ് ഹിയർ. ബട്ട് ഓപ്പണിങ്ങിന് ചെറിയ പ്രശ്നമുണ്ട്. ഓപ്പണിങ്ങിൻ്റെ സൈഡിൽ നമുക്ക് മുള്ളിയൻസ് വരും. ഓക്കെ, മുള്ളിയൻസ് ആവശ്യമില്ല, ഒന്നുമില്ല, ഡിലീറ്റ് ചെയ്താൽ മതി. അൺലിങ്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. സി ബട്ട് കൈ മുറിയാതെ നോക്കണം. അൺലിങ്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. അങ്ങനത്തെ കേസൊക്കെ വരാണെങ്കിൽ. ഓക്കെ, ഓൾറൈറ്റ്. ഗ്ലാസ്സിൽ ഇങ്ങനെ ഓപ്പണിംഗ് ക്രിയേറ്റ് ആയി. ഇനിയിപ്പം നോക്കാം, നമ്മളിപ്പോൾ ഇത് റെക്റ്റാങ്കുലർ മുള്ളിയൻസ് ആണ്. ആ റെക്റ്റാങ്കുലർ മുള്ളിയൻസ് നമ്മളിപ്പം കർട്ടൻ വാളിൻ്റെ എഡിറ്റ് ടൈപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുള്ളിയൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മുള്ളിയൻസ് ഇതാ ഇവിടെയാണ്. അതായത് ഇപ്പം നമ്മൾ വെർട്ടിക്കൽ മുള്ളിയൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി 3 ടൈപ്പ് മുള്ളിയൻസാണ് ഉണ്ടാവുക. ബോർഡർ 1, ബോർഡർ 2 എന്ന് വെച്ചാൽ 2 പോയിൻറ്റ്സ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് പിന്നെ എൻഡിങ് പോയിൻറ്റ്. അതാണ് ബോർഡർ 1, ബോർഡർ 2. പിന്നെ ഇൻറ്റീരിയർ ടൈപ്പ്, ഓൾ ദ മുള്ളിയൻസ് അതർ ദാൻ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻറ്റീരിയർ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, സി നമ്മൾ എൻ്റെ ലാംഗ്വേജിൽ ചെറിയ പ്രശ്നമില്ല. ഐ ക്യാൻ റിയലി ടോക്ക് മച്ച് വെൽ. എൻ്റെ വായിൽ ചെറിയ ഐ ഹാവ് ഗാഡ് ബ്രേസസ് ഓൺ മൈ ടീത്ത്. സോ മുന്നത്തെ വീഡിയോ പോലെയല്ല, എനിക്ക് സംസാരിക്കുന്നതിൽ ചെറിയ ഐ ക്യാൻ ഇവൻ മൂവ് മൈ ലിപ്സ്. സോ അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യു മൈറ്റ് തിങ്ക് വാട്ട് ഹാപ്പൻ ടു യുവർ ലാംഗ്വേജ്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ സോഫ്റ്റ്വെയർ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇത് സർക്കുലർ മൂല്യൻ ആക്കി കൊടുത്തു. മേ ബി ഞാൻ ഇത് ട്രപ്പിസോയിഡൽ മൂല്യനായി കൊടുത്തു. നമുക്ക് എന്തെങ്കിലും എറർ വരുന്നുണ്ടാവും. സോ ദാറ്റ്സ് നോട്ട് പോസിബിൾ. അതായത് ഈ മൂല്യൻസിനൊക്കെ നമുക്ക് ഒരു സൈസ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ എറർ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. വാളിൻ്റെ അകത്ത് ഞാനിപ്പം ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റെക്റ്റാങ്കിളാണ്. ആൻഡ് ഇതിൻ്റെ എഡിറ്റ് ടൈപ്പിൽ പോവാം. ഞാൻ ഇത് ഫസ്റ്റ് ഐ വിൽ പിക്കിംഗ് സർക്കുലർ മൂല്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ applied and okay. See, കണ്ടോ, കംപ്ലീറ്റ് സർക്കുലർ മൂല്യൻ ആയിട്ടുണ്ടാവും. എക്സെപ്റ്റ് സ്റ്റാർട്ടിങ് എൻഡിങ്ങിലും സർക്കുലർ മൂല്യൻ ആയിട്ടുണ്ടാവില്ല. ഇനി ഞാൻ ഒരു റെക്റ്റാങ്കുലർ സംഗതി എടുത്തിട്ട് ഇതിൻ്റെ കോർണേഴ്സ് നോക്കാം. നമുക്ക് കണ്ടോ 2 സംഗതി അകത്തേക്ക് കയറി നിൽക്കുന്ന പോലെയുണ്ട്. ബട്ട് ആക്ച്വലി നമുക്ക് ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എഡിറ്റ് ടൈപ്പിൽ പോവാം. നമുക്കിവിടെ ബോർഡർ 1 മാറ്റി കൊടുത്താൽ മതി. ബോർഡർ 1 ഞാനിപ്പം ഒരു കോർണർ മൂല്യനാക്കി കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഡിലീറ്റ് ദോസ് എലമെൻറ്റ്സ്. അതായത് അവിടെ ഓൾറെഡി ഉള്ള 2 മൂല്യൻസ് മാറ്റിയിട്ടാണ് കോർണർ മൂല്യനാക്കുക. അപ്പോൾ നമ്മളോട് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാണ്. അപ്പോൾ കണ്ടോ വാട്ട് ഹാപ്പൻഡ്, നമുക്ക് ഒരു സിംഗിൾ മൂല്യനായിട്ട് വന്നിട്ടുണ്ട്. ഈ അടുത്തത് പറയുന്നത് നമുക്ക് ഈ ഒരു സംഗതി, അതായത് ഇതിപ്പം സ്റ്റിൽ ഗ്ലാസ് ആണ്. നമുക്കിത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഡോർ ഫിക്സ് ചെയ്യാം. നിങ്ങൾ അപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മേ ബി യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഡോർ ലോഡ് ചെയ്യണം. അതിന് ഇൻസേർട്ടിൽ കയറിയിട്ട് നമുക്ക് ലോഡ് ഫാമിലി, ഇതിൻ്റെ അകത്ത് നമുക്ക് ഡോറിൽ കയറാം. ഞാൻ യു കെയിൽ പോകുന്നില്ല, യു കെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. യു എസ് മെട്രിക്കിൻ്റെ അകത്ത് ഡോർ സെലക്ട് ചെയ്യാം. ഡോർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ഡോറിൻ്റെ കൂടെ കേർട്ടൻ ഉണ്ടായിരിക്കണം. അതായത് കേർട്ടൻ ടാഗ് വരുന്ന ഡോർ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. സി there is one more and there is one more. ആകെ 3 ടൈപ്പേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാനിപ്പം ഈ ഒരു ഡോർ സെലക്ട് ചെയ്തു. എന്നിട്ട് അടുത്ത് ചെയ്യേണ്ടത് ആക്ച്വലി നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ താഴെ ഒരു മുള്ളിൻ്റെ മുകളിൽ മൗസ് വെച്ചു. എന്നിട്ട് ടാബ് പ്രസ് ചെയ്യാം. ഇപ്പം എനിക്ക് ആ ഒരു റെക്റ്റാങ്കുലർ സെലക്ഷൻ കാണിക്കുന്നത് ഇറ്റ്സ് ഓൺലി ഓൺ ദ ടോപ്പ് ഓഫ് ദിസ് ഗ്ലാസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അൺലിങ്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റീപ്ലേസ്, ഡ്രോപ്പ് ഇറ്റ് ഡൗൺ, ദെൻ സെലക്ട് ദി ഗ്ലാസ്. ഓക്കെ, ഒരു ഡിഫറൻസും ഇല്ലല്ലോ. ജസ്റ്റ് എ സെക്കൻഡ്. ഇതൊന്ന് ഫൈനാക്കി നോക്കാം. you have a glass here. Okay, പഴയ പോലെ തന്നെ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ആവും. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി ആക്ച്വലി നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. ഇതിപ്പോൾ സ്റ്റോർ ഫ്രണ്ടാണ്. സ്റ്റോർ ഫ്രണ്ടിൻ്റെ അകത്ത് ഞാനിത് അൺലിങ്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, സെലക്ട് ചെയ്യാം.
അൺലിങ്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ഐ തിങ്ക് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സെലക്ട് മുള്ളിയൻസ് അലോങ് ദി അക്രോസ് ദി ഓക്കെ എല്ലാം അൺലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ അൺപിൻ ചെയ്യാൻ ഡിലീറ്റ് ചെയ്യുക. ഇതെന്തായി? ദിസ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് നമ്മുടെ എക്സ്റ്റീരിയർ ഗ്ലേസിങ് പോലെ. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ മുള്ളിയൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? മുള്ളിയനല്ല, ഗ്രിഡ് ലൈൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? ദിസ് ഹാഡ് ബിക്കം ദി കർട്ടൻ വാൾ. ഓക്കെ, നമുക്ക് അതായത് ഒന്നിനെ മറ്റൊന്നായി കൺവേർട്ട് ചെയ്യാം. ഞാനിപ്പം കർട്ടൻ വാൾ വരച്ചു. കർട്ടൻ വാൾ എടുത്ത് വരച്ചു. ഈ കർട്ടൻ വാളിനെ എനിക്ക് എന്ത് ചെയ്യണം? എക്സ്റ്റീരിയർ ഗ്ലേസിംഗ് ആയി കൺവേർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇവിടെ കർട്ടൻ ആർക്കിടെക്ചറിൻ്റെ അകത്ത് നമുക്ക് കർട്ടൻ ഗ്രിഡ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണം ഗ്രിഡ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സ്പേസിങ്ങിലാണ് ഗ്രിഡ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഗ്രിഡ് ത്രൂ ഔട്ടായിട്ട് വരുന്നുണ്ട്, ഹൊറിസോണ്ടലി പിന്നെ വെർട്ടിക്കലി വരുന്നുണ്ട്. അത് നമുക്ക് വൺ സെഗ്മെൻറ്റ്, അതായത് ഏതെങ്കിലും പിക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ മാത്രമേ ഇത് വരുള്ളൂ. കണ്ടോ എങ്ങനെ വരുന്നുണ്ട്? അല്ലെങ്കിൽ ഓൾ എക്സെപ്റ്റ് പിക്ഡ് എല്ലാത്തിലും വരും, എക്സെപ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അവിടെ മാത്രം വരില്ല. നോക്കിയോ, കണ്ടോ? ഒന്നുകൂടെ കാണിച്ചു തരാം. കർട്ടൻ ഗ്രിഡ് എടുക്കാം. കർട്ടൻ ഗ്രിഡ് എടുത്തിട്ട് ഓൾ എക്സെപ്റ്റ് പിക്ഡ് നമ്മൾ എന്ത് ചെയ്യാം? ഡിഫോൾട്ടായിട്ട് ഇത് എല്ലാത്തിലും വരണം. അപ്പം എല്ലാത്തിലും വരണം, ഈ ഒരു സെഗ്മെൻറ്റിൽ മാത്രം വരണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ വരാം. ഇനി അടുത്ത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകണം. ഇതിനെന്ത് ചെയ്യണം? എനിക്ക് സ്റ്റോർ ഫ്രണ്ട് ആക്കണം. ഇതെന്ത് ചെയ്യാം? ഐദർ നിങ്ങൾക്ക് ഓരോ ഗ്രിഡ് ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. മുള്ളിയൻസ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിളാണ്, നമുക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഷേപ്പ് ആക്കി കൊടുക്കാം. അല്ല നമുക്ക് വരച്ചും കൊടുക്കാം കേട്ടോ. വരച്ചു കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെയാണ്. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പം നേരത്തെ റൂഫിൻ്റെ ഒരു സാധനം വരച്ച് ബാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫാമിലി തന്നെ പിക്ക് ചെയ്ത് കൊടുക്കാം. വന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കണ്ടോ ആ റൂഫിൻ്റെ ആ ഒരു ഷേപ്പില്ലേ? ഓക്കെ, സോ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഓൾ ഗ്രിഡ് ലൈൻ ആദ്യം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് ക്ലിക്ക് അപ്പ് എനി ഗ്രിഡ്, അത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. കർട്ടൻ വാളിൽ നമുക്ക് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് പിന്നെ വേറെ പറയാനുള്ളത് ഇതിൻ്റെ സ്പേസിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നില്ല. സ്പേസിങ് അല്ലെങ്കിൽ നമ്പർ, അതായത് ഇപ്പം എത്ര നമ്പർ ഉണ്ട് ഇതൊക്കെ 1 2 3 4 5 അല്ലെങ്കിൽ സ്പേസിങ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഓപ്ഷൻ വരുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം? ലേഔട്ട് കൺട്രോൾ ചെയ്യാം. ഐദർ ഫിക്സ്ഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ നമ്പർ ഈ ഒരു പാർട്ടിലാണ് എൻട്രി ചെയ്ത് കൊടുക്കാം. 8 നമ്പറുണ്ട്, ഞാനത് എന്ത് ചെയ്തു? 5 നമ്പറാക്കി. കണ്ടോ 5 നമ്പറായി. പിന്നെ ആംഗിൾ മാറ്റി കൊടുക്കാം, മേ ബി 45 ഡിഗ്രി. കണ്ടോ ഇവിടെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്പർ ആണെങ്കിൽ നമ്പർ ഇവിടെ പ്രോപ്പർട്ടി പാലറ്റിലാണ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ മാറ്റി കൊടുക്കുക. ഓക്കെ, അല്ല വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മുള്ളിയൻസ് ഉണ്ട്, അത് ഇങ്ങനെ മുറിക്കുന്ന പോലെയുള്ള മുള്ളിയൻസ്. പിന്നെ ഹൊറിസോണ്ടൽ മുള്ളിയൻസ് ഉണ്ട്, ജസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഹൊറിസോണ്ടൽ തിങ്. ഓക്കെ, ഓൾറൈറ്റ്, അത് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് പറയുന്നത് ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഈ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ മാറ്റുന്ന കാര്യം പറയാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്ലാസ് സെലക്ട് ചെയ്യാം. അതായത് മൗസ് ജസ്റ്റ് താഴത്ത് കൊണ്ടുവച്ചിട്ട് ടാബ് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ആ ഗ്ലാസ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എഡിറ്റ് ടൈപ്പിൽ കയറാം. നമുക്ക് ഇവിടെ മെറ്റീരിയൽ മാറ്റി കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഗ്ലാസിൻ്റെ തിക്നെസ് ഉണ്ട്. ഞാനിപ്പം ഗ്ലാസിൻ്റെ മെറ്റീരിയൽ മാറ്റാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം? മെറ്റീരിയലിൻ്റെ അടുത്തുള്ള ബട്ടൺ സെലക്ട് ചെയ്യാം. അപ്പിയറൻസിൽ പോവാം. അപ്പിയറൻസിൽ പോയാൽ നമുക്ക് ഏത് ടൈപ്പ് ഗ്ലാസ്സാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. മേ ബി ഞാൻ ബ്ലൂ കൊടുത്തു. എത്ര റിഫ്ലക്റ്റ് ചെയ്യണം, എത്ര റിഫ്രാക്റ്റ് ചെയ്യണം, പിന്നെ കളറ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ഗ്ലാസിൻ്റെ കളറ് നമ്മൾ എവിടെയാണ് മാറ്റി കൊടുക്കുക കേട്ടോ? ടിൻറ്റിലാണ് മാറ്റി കൊടുക്കാം. വാട്ട് വിൽ ബി ദ ടിൻറ്റ്? ആ ടിൻറ്റായിരിക്കും ഗ്ലാസിൻ്റെ കളറായിട്ട് വരാം. ഓക്കെ, വന്നിട്ടുണ്ടാവില്ല. വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗോ ടു റിയലിസ്റ്റിക്. wait for some time. See, probably നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല, അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാനത് റെൻഡർ ചെയ്യുന്നൊന്നുമില്ല. വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഏകദേശം
I'll show you that. നമ്മൾ ഗ്ലാസിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത അതേ കളർ തന്നെയാണ് സാധനം വരുന്നത്. കണ്ടോ, ഓപ്പണിംഗ് ഉണ്ട്, ടിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം മെറ്റീരിയൽ ഇങ്ങനെയാണ് മാറ്റുക. ക്യാമറ ഇതൊക്കെ ഞാൻ പിന്നെ പറയാം, തൽക്കാലം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഓക്കെ, that will never change. Alright, സ്റ്റെയർ ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ ഒന്നും കാണില്ല. സ്റ്റെയർ നമുക്ക് 2Dൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ പിന്നെ ചെയ്യണമെങ്കിൽ അപ്പം പറഞ്ഞുതരാം. സ്റ്റെയർ, റാമ്പ്, റെയിലിംഗ്, മോഡൽ ടെക്സ്റ്റ് ഇത് പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയുന്നത് സ്ട്രക്ചർ, സ്റ്റീൽ, അനോറ്റേറ്റ്, മാസിംഗ് ഇൻസൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മാസിംഗ് ഇൻസൈറ്റ് പോയി നോക്കാം. മാസിംഗ് ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വീടിന് എക്സ്റ്റീരിയർ റെൻഡറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് സർഫസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പ് സർഫസ് ആണ്. ടോപ്പ് സർഫസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ ഗ്രൗണ്ട് വരച്ചു കൊടുക്കണം നമ്മൾ. ഓക്കെ, ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് അല്ല, എർത്ത് ആൻഡ് ഗ്രൗണ്ട്, ഭൂമി. ഇതെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന പോയിൻറ്റിൻ്റെ ഹൈറ്റ്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ബോട്ടം പാർട്ട് പ്ലിന്താണ്. പ്ലിന്തിൻ്റെ ഹൈറ്റ് -45 സെൻറ്റിമീറ്ററാണ്. ഇതെടുത്തിട്ട് ബെറ്റർ 3D ടോപ്പ് വ്യൂവിൽ കയറാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വയർ ഫ്രെയിം ആക്കാം കേട്ടോ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ട്, പ്ലിന്ത് കാണാൻ വേണ്ടിയിട്ട് വയർ ഫ്രെയിം ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് പോയിൻ്റ് പിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എവിടേക്കാണ് ഈ ഹൈറ്റിൽ വരുന്ന -45 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരുന്ന പോയിൻറ്റ്സ് വേണ്ടത് അവിടെ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മിനിമം 3 പോയിൻറ്റ്സ് മതി പോളിഗൺ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിപ്പം വ്യൂ മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇതിൻ്റെ താഴത്തേക്ക് നമ്മളൊന്നും വരച്ചു കൊടുക്കില്ല. ഈവൻ ക്യാമറ ഈ ഒരു പാർട്ടിലാകുമ്പം വരെവർ ഇറ്റ് ഗോസ് ഇൻസൈഡ് ദ ഗ്രൗണ്ട് നമ്മളത് കാണാൻ പോകുന്നില്ല. ഇതാണ് ഗ്രൗണ്ട് ഫിക്സ് ചെയ്യേണ്ട ഫസ്റ്റ് മെത്തേഡ്. നമുക്ക് ഗ്രൗണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും മെത്തേഡുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ടോട്ടൽ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാവില്ലേ, ആ ടോട്ടൽ സ്റ്റേഷനിൽ കിട്ടുന്ന ഡാറ്റ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ, അതായത് ഇത് ടോട്ടൽ സ്റ്റേഷനിൽ സെർവ് ചെയ്ത് കിട്ടിയ ഡാറ്റയാണ്. XYZ ഹൈറ്റ് ഉണ്ടാവും. ആ ഡാറ്റ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഐ വിൽ ഷോ യു ദാറ്റ്. ജസ്റ്റ് ക്രിയേറ്റ് ഫ്രം ഇമ്പോർട്ട്. നമുക്ക് പോയിൻറ്റ് ഫയൽ എടുക്കാം. പോയിൻറ്റ് ഫയൽ എടുത്തിട്ട് ഐ വിൽ ഷോ യു ദാറ്റ്. ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചോദിക്കും യൂണിറ്റ്സ് ഏതാണ്. ഐ തിങ്ക് യൂണിറ്റ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പ്രോബ്ലം നമ്മളിപ്പോൾ സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ വീട് കണ്ടെന്ന് വരില്ല. ഐ തിങ്ക് ഈ ഒരു പാർട്ടിൽ റീറ്റെയിനിങ് വാൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. പ്രോബ്ലി അതുകൊണ്ടായിരിക്കും ഇത് കാണാത്തത്. ഓക്കെ, ആ പ്രൊജക്റ്റിൻ്റെ ഹൈറ്റും ഈ പ്രൊജക്റ്റിൻ്റെ ഹൈറ്റും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ദിസ് ഈസ് ഗോയിങ് ഇൻസൈഡ് ഓഫ് ദി ഹോം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെയും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ CAD ഫയൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതും ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ മേ ബി നമ്മുടെ വീട് ഒരു കുന്നിൻ്റെ ചെരുവിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പോയിൻ്റ് എടുത്തിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഈ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഹൈറ്റിൻ്റെ പാർട്ടാണ് ഇവിടെ നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പറയുകയാണ് ഈ ബിൽഡിങ്ങിൻ്റെ നോർത്ത് സൈഡിലേക്ക് കുന്നാണെന്ന് പറയണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഹൈറ്റിൻ്റെ വാല്യൂ കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 1000 കൊടുത്തു. ഈ 1000 വരുന്ന പോയിൻറ്റ്സ് കംപ്ലീറ്റ് പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 2000 മീറ്റർ കൊടുത്തു. 2000 മീറ്റർ അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. ഓക്കെ, മേ ബി താഴത്തേക്ക് ജസ്റ്റ് ഡിപ്പാണെങ്കിൽ എന്ത് ചെയ്യാം, വാല്യൂ നെഗറ്റീവായിട്ട് കൊടുക്കാം. -500. അടുത്തത് -1000. അതായത് ഈ ഹൈറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൗണ്ട് പൊന്തിയും താന്നും വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഈ ഹൈറ്റ് 2000 1000 ഒക്കെ കൊടുത്തത് പ്രാക്ടിക്കലി ആരും ഇങ്ങനത്തെ സ്ഥലത്ത് വീട് വെക്കില്ല. ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കൊടുത്താണ്. ആക്ച്വലി നമ്മൾ ചെയ്യുമ്പം ആ പോയിൻറ്റിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഫ്ലാറ്റ് സർഫസിൽ വരച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാര്യം മനസ്സിലായല്ലേ, നമ്മൾ 1000 എടുത്ത് പിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ആ പോയിൻറ്റിൻ്റെ ഹൈറ്റ് 1000 ആയി വന്നു. 2000 കൊടുത്തപ്പം ആ പോയിൻറ്റിൻ്റെ ഹൈറ്റ് 2000 ആയിട്ട് വന്നു. ഇവിടെ -500 കൊടുത്താണ്. ഈ ലൈൻസൊക്കെ ഏതാ, ഇത് കോണ്ടൂർ ലൈൻസാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ മാറ്റി കൊടുക്കാം. ഇതിപ്പം
സോളിഡ് ടൈപ്പ് മെറ്റീരിയലാണ്. ഞാനിതിപ്പോൾ ഗ്രാസാക്കി കൊടുത്തു. ഗ്രാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി റിയലിസ്റ്റിക് പോവാം, ഗ്രാസ് മെറ്റീരിയൽ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് നമ്മൾ ഇതിപ്പോൾ നോക്കാം. നമ്മളിപ്പോൾ ക്യാമറ ഇപ്പോൾ ഈ ഒരു പാട്ടിൽ വെക്കുകയാണെങ്കിൽ ഇത് പ്രോബബ്ലി എനിക്കെന്തോ ഒരു അൺകംഫർട്ടബിലിറ്റി, ഈ ഹൈറ്റ് 2000 ഒക്കെ കൊടുത്തിട്ട് 2000 വേണ്ട, ഒരു 1000 ഇവിടെ 1000 കൊടുക്കാം, ഇത് 1000, ഇതൊരു 200 കൊടുക്കാം. എന്തെങ്കിലും ഒരു ലക്ഷൂറിയസ്. എനിവേസ് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് immersing in sight. നമുക്ക് സൈഡ് കമ്പണൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ടോപ്പോ സർഫസിൽ നമ്മൾ എല്ലാ കാര്യവും കവർ ചെയ്തിട്ടുണ്ട്. സിംപ്ലിഫൈ സർഫസും നമ്മുടെ 3Dക്ക് പ്രോപ്പറായിട്ട് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇനി അടുത്ത് നമുക്ക് പറയാൻ പോകുന്ന കാര്യം സൈറ്റ് കമ്പണൻസ് ആണ്. സൈറ്റ് കമ്പണൻസ് ഒന്നുമില്ല, നമ്മൾ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിയർ ബൈ ആയിട്ട് വെക്കുന്ന ഈ മരം, ചെടി, അങ്ങനത്തെ കാര്യമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇത് ബെറ്റർ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിൽ കയറിയിട്ടാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടെ കാണിച്ചാൽ ലേബിൾ കൗണ്ടർ ഉണ്ട്. ഇതെടുത്തിട്ട് ജസ്റ്റ് 2 പോയിന്റ് പിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ പോയിൻറ്റിൻ്റെ ഹൈറ്റ് കിട്ടും. അത് ആവശ്യമുണ്ടെങ്കിൽ മതി. 3D നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സൈഡ് കമ്പണൻസ് എടുക്കാം. സൈഡ് കമ്പണൻസ് എടുത്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് ട്രീ ആണ് വേണ്ടതെന്ന് നമുക്ക് ഈ ഡ്രോപ്പ് ഡൗണിലുണ്ടാവും. ആ ഡ്രോപ്പ് ഡൗണിൽ ട്രീൻ്റെ പേര് നോക്കിയാലൊന്നും മനസ്സിലാവില്ല. ട്രീൻ്റെ ഹൈറ്റ് ഇവിടെ ഉണ്ടാവും. ഹൈറ്റ് നോക്കിയിട്ട് പ്ലേസ് ചെയ്യാം. ഹൈറ്റ് നോക്കിയിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം എന്ത് ചെയ്തു, ഒരു ട്രീ എടുത്തു. തൽക്കാലം ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഷെയ്ഡഡിൽ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ട്രീ ഇങ്ങനെയാണ് കാണുക. ഇത് പ്രോപ്പറായിട്ട് കാണണമെങ്കിൽ നമ്മൾ റെൻഡർ തന്നെ ചെയ്ത് നോക്കണം. അപ്പം മേ ബി റിയലിസ്റ്റിക് പോയി നോക്കാം. ഈ ട്രീയുടെ പേര് RPC എന്നാണ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ 3ds Maxിലോ അല്ലെങ്കിൽ വേറെ ഇത് സോഫ്റ്റ്വെയറിലോ ഒരു ട്രീ എന്ന് വെച്ചാൽ നമ്മളത് 3D ആയിരിക്കും. അതിൻ്റെ അകത്ത് കുറേ മെഷ് ഉണ്ടാവും. ഈ മെഷ് എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിനാണ് മെഷ്. ഇപ്പം നമ്മൾ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ മെഷിൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സ്മൂത്ത്നെസ് കൂടും. ഇപ്പം നമ്മൾ ലീഫൊക്കെ എന്ത് ചെയ്യും, കുറേ സിസ്റ്റം റിസോഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പം റെവിറ്റിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനത്തെ കേസിലാണ് അവർ RPC എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കൊണ്ടുവന്നത്. അതായത് ഇത് സൂം ചെയ്ത ഒരു ലീഫാണ് സാധാരണ. അതായത് അവിടെയും ഇവിടെയൊക്കെ കുറേ കളർ തേച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ഇത് ഒരിക്കലും ഒരാൾ ഈ ഒരു ഇല കാണാൻ വേണ്ടിയിട്ട് റെൻഡർ ചെയ്യില്ല. നമ്മൾ റെൻഡർ ചെയ്യുമ്പം ഏകദേശം നോക്കുക, ഈ ഒരു സീനിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ഒരു സീനിൽ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു മരമുണ്ട്, ജസ്റ്റ് ഒരു നാച്ചുറൽ വെജിറ്റേഷൻ ഫീൽ. അപ്പം അങ്ങനത്തെ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ അത് കുഴപ്പമുണ്ടാകും തോന്നില്ല. നമുക്ക് വേറെയും മരമുണ്ട്, ബട്ട് എല്ലാം ഒരു ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എലിവേഷൻ നോക്കുമ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് കാണും. ബട്ട് ടോപ്പ് നോക്കുകയാണെങ്കിൽ കണ്ടോ, വേറെ കാര്യം നമ്മൾ ടോപ്പൊന്നും ഇങ്ങനെ ആരും റെൻഡർ ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ലൈക്ക് ഒരു കാർഡ്ബോർഡ് കട്ടൗട്ട് പോലുള്ള മരമാണ് എന്ന് മാത്രം മനസ്സിലാക്കാം. അതൊന്നുമില്ല, സിസ്റ്റം റിസോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സൈഡ് കമ്പണൻസിൽ അത്രയേ പറയുള്ളൂ. പാർക്കിംഗ് കമ്പണൻസ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുമില്ല, ഈ സംഗതിയൊക്കെ ഗ്രൗണ്ടിൻ്റെ കർവേച്ചർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒന്നുമില്ല, നമുക്ക് പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. കൂടുതൽ കാര്യം ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്പം ജസ്റ്റ് എഡിറ്റ് ടൈപ്പിൽ കയറാം. എഡിറ്റ് ടൈപ്പിൽ കയറിയിട്ട് ബിഫോർ ലോഡ് ഫാമിലിയിൽ കയറാം. നമുക്ക് ഇതിൻ്റെ അകത്ത് സൈറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സൈറ്റിൽ കയറാം. സൈറ്റിൽ വി ഹാവ് പാർക്കിങ്ങിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് നോക്കാം. ഇത് കുറേ സിമ്പിൾസും ഇതൊക്കെയാണ്. പിന്നെ ഐലൻഡ് ഉണ്ട്. ഐലൻഡ് നമുക്ക് അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പാർക്കിങ്ങിൽ കയറിയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് സൈഡ് കമ്പണൻസ് കയറി തന്നെ പ്ലേസ് ചെയ്യണം. ലോഡ് ഫാമിലിയിൽ കയറാം. ഞാനിപ്പോൾ പാർക്കിംഗ് ഐലൻഡ് എടുത്തു. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഗ്രൗണ്ടിൻ്റെ കർവ് ഫോളോ ചെയ്തിട്ടല്ല വരാം. കണ്ടോ, ഇത്രയും പാർട്ട് എന്താ പറയുക,
ഓഫ് ദി സ്ലോപ്പാണ്. അപ്പോൾ ഇതൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് പ്ലേസ് ചെയ്യാം. ഞാൻ വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. ഒന്നാമത് ജസ്റ്റ് ബിഫോർ ദാറ്റ് ഞാൻ ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പൊക്കെ മാറ്റാണ്. ജസ്റ്റ് -45 കൊടുക്കുകയാണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയുള്ള സുഖത്തിനാണ്. ഓക്കെ, ഇനി അടുത്തത് സൈഡ് കമൻസിൽ കയറാം. ജസ്റ്റ് ലോഡ് ഫാമിലി നമുക്ക് വേറെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. പാർക്കിംഗ് ഐലൻഡ് 1 ഇതിപ്പോൾ തൽക്കാലം ഇവിടെ പ്ലേസ് ചെയ്തു. ബട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടോപ്പിൽ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇൻബിൽഡായിട്ട് ഗ്രാസ് വന്നിട്ടുണ്ടോ? ജസ്റ്റ് എന്ത് നോക്കാം, ഗ്രാസ് കാണുന്നുണ്ടോ? ഗ്രാസ് നമുക്ക് ഇതിൻ്റെ ടോപ്പിലും കാണാൻ പറ്റും, ബോട്ടത്തിലും കാണാൻ പറ്റും. അതായത് ഈ ഐലൻഡിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യും, ഇൻബിൽഡായിട്ട് ഗ്രാസ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് താഴത്തെ മെറ്റീരിയൽ മാറ്റി കാണിച്ചു തരാം. താഴത്തെ ഞാനിപ്പോൾ ഒരു ടൈൽ കൊടുത്തു. ടൈൽ മേ ബി വിനൈൽ കോമ്പോസിറ്റ് ടൈൽ. ഓക്കെ, കാണുന്നുണ്ട് ഡിഫറൻസ്. കൊടുക്കാൻ പറ്റിയ മെറ്റീരിയൽ അല്ല, എന്നാലും പക്ഷെ നിങ്ങൾക്ക് മരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്ര കാണാൻ വലിയ രസമൊന്നും ഇല്ലാത്ത മരമാണ് കേട്ടോ. ടോപ്പ് നോക്കിയാലൊന്നും പ്രോപ്പറായിട്ട് കിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് പറയുന്നത് നമുക്ക് ബിൽഡിംഗ് പാഡ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇത് നമുക്ക് ബേസിക്കലി ബിൽഡിങ്ങിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ വരച്ചു കൊടുക്കണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പം സാധാരണ വരയ്ക്കുന്നത് ഫ്ലോർ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്തിട്ട് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ചെടുത്തു, ടിക്ക് ചെയ്ത് കൊടുത്തു. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതും ഫ്ലോർ വരയ്ക്കുന്നത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഒരു മൈനസ് എത്ര കൊടുക്കാം, ഒരു 50 കൊടുത്തു. ഭയങ്കര ചെറുതായിപ്പോയി. മൈനസ് ഒരു 400 കൊടുക്കാം. എന്താ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും, ഗ്രൗണ്ടിനെ കട്ട് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോകാം. ഗ്രൗണ്ടിനെ മൈൻഡ് ചെയ്യാണ്ട് ഉള്ളിലേക്ക് പോകല്ല. ബട്ട് നേരെ മറിച്ച് നമ്മൾ ഫ്ലോർ വരയ്ക്കുകയാണെങ്കിൽ ഫ്ലോർ നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് വരച്ച് ടിക്ക് ചെയ്ത് കൊടുത്തു. ഇത് തന്നെ ഇപ്പോൾ ഞാൻ ഹൈറ്റ് -500 അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അത് ടപ്പോ സർഫേസായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. ജസ്റ്റ് ചുമ്മാ എന്ത് ചെയ്തു, അത് താഴെ പോയി കിടക്കും. പക്ഷേ ബിൽഡിംഗ് പാഡ് അങ്ങനെയല്ല. അതായത് ഇൻ കേസ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ വരച്ചു കൊടുക്കുന്ന കേസ് വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ സാധനം ഇട്ട് വരച്ചു കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുത്തു. ഈ റെക്റ്റാങ്കിൾ വാട്ടറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിതിൻ്റെ തിക്നെസ് മാറ്റി കൊടുക്കുക. തിക്നെസ് മാറ്റി കൊടുക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ടോപ്പ് സർഫേസിൽ വാട്ടർ കൊടുക്കുകയാണ്. വാട്ടർ സെർച്ച് ചെയ്തു. വാട്ടർ മേ ബി നമുക്ക് ടോപ്പ് ലിസ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ താഴത്തെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, താഴത്തെ ലിസ്റ്റിന് ഒരു വാട്ടർ എടുത്തു. അപ്പിയറൻസ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാട്ടറിൻ്റെ കുറേ പ്രോപ്പർട്ടി കിട്ടും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വാട്ടറിൻ്റെ പ്രോപ്പർട്ടി മാറ്റി കൊടുക്കാം. വാട്ടറിൻ്റെ കളറ്, വാട്ടറിൻ്റെ റഫ്നെസ്, ഒന്നല്ല ഇത് മാറ്റി കൊടുക്കില്ല. നിങ്ങളുടെ കയ്യിൽ പഴയ റെവിറ്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഒരു ടൈപ്പ് വാട്ടർ ഉണ്ട്. ആ വാട്ടർ ആണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് വാട്ടറാണെന്ന് മാത്രം എൻട്രി ചെയ്ത് കൊടുത്താൽ. ഞാനിപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ വന്നിട്ടുണ്ട്. ആ പഴയ റെവിറ്റിലൊക്കെ ഒരു ടൈപ്പ് വാട്ടർ ഉണ്ടാവും. അതായത് റെവിറ്റ് 2019 ഒരു ടൈപ്പ് വാട്ടർ ഉണ്ടാവും. എന്ത് ടൈപ്പ് വാട്ടറാണ് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം. ഞാൻ ഒരു ലെയറും കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അതായത് ടോപ്പത്തെ ലെയർ വാട്ടർ, താഴത്തെ ലെയർ എന്തായിരിക്കും, ടൈൽസ് ആയിരിക്കും. അത് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. എന്തെങ്കിലും ടൈപ്പ് ഓഫ് ടൈൽസ് ആയിരിക്കും താഴത്തുണ്ടാവുക. ഞാൻ ആ ടൈൽ ഇവിടെ പിക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത തിക്നെസ്സാണ്. ആ ടൈൽസിന് ചെറിയൊരു തിക്നെസ്സേ ഉണ്ടാവുള്ളൂ. ബട്ട് വാട്ടറിന് കുറേ തിക്നെസ് ഉണ്ടാവും. മേ ബി 1.8 മീറ്റർ ഏകദേശം ഇങ്ങനെ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു -30, ചെറിയൊരു ഓഫ്സെറ്റ് മാത്രം മതി. -100, ഇത്ര മതി. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പം ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ കയറി. ടോപ്പ് വ്യൂവിൽ കയറിയിട്ട് ഇപ്പം നമ്മൾ റെൻഡർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സംഗതി ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഇതിൻ്റെ സൈഡൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയുക, ഗ്രൗണ്ടായിരിക്കും.
അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിന് താഴത്ത് പിന്നെ മെറ്റീരിയൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുതായിട്ട് വന്നിട്ട് അത് നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. എന്താ ചെയ്യാൻ പോകുന്നത് കാണാം. നമ്മളിത് ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. യൂസ് ചെയ്ത മെറ്റീരിയൽ എടുത്തേക്കോ. ഇത് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. മെറ്റീരിയലിനകത്ത് എന്തൊക്കെ ചെയ്തതെന്ന് മനസ്സിലായോ? ഞാനിപ്പോൾ ചെയ്തത് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൻ്റെ മെറ്റീരിയലിൻ്റെ സൈസ്, അതായത് നമ്മൾ റെൻഡറിങ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും മര്യാദയ്ക്ക് കാണില്ല. നല്ല സൂം ചെയ്ത് നോക്കിയാലേ നമുക്കെല്ലാം കാണുള്ളൂ. അപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് മെറ്റീരിയൽ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പിയറൻസ് പോയിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ ഇമേജ് കിട്ടും. ഇമേജിൽ നമുക്ക് ലിങ്ക് ടെക്സ്ചർ ട്രാൻസ്ഫോം എന്താണെന്ന് ഞാൻ മെറ്റീരിയൽ എടുക്കുമ്പോൾ കൂടുതൽ പറഞ്ഞുതരാം. 24 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് ഞാനിതിപ്പോൾ ഒരു 100 സെൻറ്റിമീറ്റർ ആക്കി കൊടുത്തു. ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം മെറ്റീരിയൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടോ? ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡ് ശ്രദ്ധിക്കുമ്പം ഈ ഭാഗത്തൊന്നും ഒരു മെറ്റീരിയലും ഇല്ല. നമുക്കിവിടെ ആക്ച്വലി ഒരു വാൾ വരച്ച് കൊടുത്താൽ മതി. വാൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് വ്യൂവിൽ കയറിയിട്ട് വാൾ എടുക്കാം. വാൾ എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ചെറിയൊരു തിക്നെസ് കുറഞ്ഞ ഏതെങ്കിലും വാളാക്കാം. വേണമെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ മാറ്റി കൊടുക്കാം. തൽക്കാലം ഞാൻ ഈ ആവശ്യമില്ലാത്ത മെറ്റീരിയലൊക്കെ ഡിലീറ്റ് ചെയ്തു. എനിക്ക് ജസ്റ്റ് ഒരു മെറ്റീരിയൽ മാത്രം മതി. ഈ കോൺക്രീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ മാത്രം മതി. അതിന് ഞാൻ മെറ്റീരിയൽ മാറ്റി കൊടുക്കാൻ പോവാണ്. ഞാനിപ്പം ടൈൽസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊടുത്തു. ടൈൽസ് എല്ലാം ടൈൽസ് തന്നെയാണല്ലോ. തൽക്കാലം പോർസലിൻ ഇല്ല, എന്താ കൊടുക്കുക? ഫാബ്രിക് കൊടുത്താലോ? തൽക്കാലം ഞാൻ ഈ ഒരു മെറ്റീരിയൽ കൊടുക്കണം. എന്തോ ഒരു തുണി പോലത്തെ മെറ്റീരിയലാണ്. എന്നിട്ട് നമ്മൾ വാൾ വരയ്ക്കണം. വാൾ വരയ്ക്കുമ്പോൾ റെക്റ്റാങ്കിൾ എടുത്തു. ഞാൻ ലൊക്കേഷനിലായി മാറ്റിയിട്ട് ഫിനിഷ് വിത്ത് എക്സ്റ്റീരിയർ കൊടുത്തു. നമുക്ക് ഹൈറ്റ് ഇപ്പോഴും കൺഫ്യൂഷൻ, ഏത് ഹൈറ്റ് മുതൽ ഏത് ഹൈറ്റ് വരെയാണെന്ന് അറിയില്ല. ഞാൻ എന്ത് ചെയ്യുക, തൽക്കാലം ചുമ്മാ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തു. ഇത് മുതൽ ഇതുവരെ വരച്ചു കൊടുത്തു. ഹൈറ്റ് ഇപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ, ഏത് ഹൈറ്റ് മുതൽ ഏത് വരെയാണ് ഇത് വേണ്ടതെന്ന്. ഹൈറ്റ് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടണം. ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എലിവേഷനിൽ കയറിയിട്ട് ഈ എലിവേഷനിൽ കയറിയിട്ട് കാര്യമില്ല. ഈ എലിവേഷനിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു എലിവേഷനിൽ കയറാം, നിങ്ങളെ കോമൺ സെൻസ് അനുസരിച്ചിട്ട്. ഇവിടെ എന്ത് ചെയ്തു, ഞാനൊരു ലെവൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ലെവൽ ഞാനിപ്പോൾ പിക്ക് ലൈൻ കണ്ടോ, ലെവലിൻ്റെ പേര് 200. ഈ ലെവൽ മുതൽ ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ള ലെവൽ വരെയാണ്. അതായത് 2 മുതൽ 1 വരെയാണ് എന്ത് വേണ്ടത്. 00 മുതൽ 1 വരെയാണ് നമുക്ക് വാളിൻ്റെ ഹൈറ്റ് വേണ്ടത്. ഞാൻ ഈ വാൾ സെലക്ട് ചെയ്തു. ഹൈറ്റ് ബേസ് ചെയ്താണ് 00 മുതൽ 1 വരെ. ഓക്കെ, ജസ്റ്റ് റെൻഡറും പോയി നോക്കാം. ബട്ട് ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. അതൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ ജസ്റ്റ് റൈറ്റിൽ കയറിയിട്ട് വാൾ മൊത്തം സെലക്ട് ചെയ്യാം. ഈ ഹൈറ്റ് എന്ത് ചെയ്യുക, ടോപ്പ് ഓഫ് സെറ്റ്, അതായത് ടോപ്പ് നമ്മൾ പ്ലിന്തിൻ്റെ ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. ഗ്രൗണ്ട് -45 കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അത് പ്രോപ്പറായി വന്നിട്ടുണ്ടോ. ഓക്കെ അല്ലേ? ഓൾറൈറ്റ്, ഓക്കെ ആണ്. അപ്പം മെയിനായിട്ട് ബിൽഡിംഗ് പാഡിൻ്റെ യൂസ് മനസ്സിലാക്കുക. മെറ്റീരിയലൊക്കെ നമുക്ക് പിന്നെയും പറയാവുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് സർഫസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. അതായത് ഇപ്പം മേ ബി നമുക്ക് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഗ്രാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഓപ്ഷൻ എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്യേണ്ട സർഫസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ആവശ്യമുള്ള ഗാർഡനോ ലോണോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മെറ്റീരിയൽ മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പം ഞാനവിടെ ഗ്രാസിനുള്ള മെറ്റീരിയൽ കൊടുത്തു. എനിക്കവിടെ ഗ്രാസാണ് വേണ്ടത്. നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പോർഷനിൽ മാത്രം എന്തായിട്ടുണ്ടാവും, ഗ്രാസ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഗ്രൗണ്ടിൽ ഹോള് വന്നിട്ടുണ്ടാവും.
അങ്ങനത്തെ കേസിൽ നമുക്കിത് മെർജ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് ഈ സ്പ്ലിറ്റ് ചെയ്ത കാര്യം നമുക്ക് മെർജ് ചെയ്യാനേ പറ്റുള്ളൂ. മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെർജ് സെലക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് അതായത് മെയിനായിട്ട് റീറ്റെയിൻ ചെയ്യേണ്ട സർഫസ് സെലക്ട് ചെയ്യാം. കഴിഞ്ഞിട്ട് ഡിലീറ്റ് ആവേണ്ട സർഫസ് സെലക്ട് ചെയ്യാം. നേരെ തിരിച്ചും സെലക്ട് ചെയ്യാം. മെർജ് എടുക്കുക. കീപ്പ് ചെയ്യേണ്ട സർഫസ്, ഡിലീറ്റ് ആവേണ്ട സർഫസ്. കണ്ടപ്പോൾ കംപ്ലീറ്റ് ഗ്രൗണ്ട് ആയിട്ടുണ്ടാവും. ഓക്കെ. ഇനി അടുത്തത് അതേപോലെ തന്നെയാണ് സബ് റീജിയൻ. സബ് റീജിയനിൽ നമുക്കിത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സബ് റീജിയൻ എടുത്തിട്ട് ചുമ്മാ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. ടിക്ക് ചെയ്യാം. കണ്ടോ, മെറ്റീരിയൽ മാറ്റി കൊടുക്കുന്ന പഴയ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഗ്രൗണ്ടിൻ്റെ മുകളിലായിരിക്കും ഇത് വന്ന് നിൽക്കുന്നുണ്ടാവും. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആവശ്യമില്ല ചുമ്മാ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം പ്രിഫർ ചെയ്യേണ്ടത് സബ് റീജിയനാണ്. ഞാനൊക്കെ എപ്പോഴും സബ് റീജിയൻ വെച്ചാണ് വരച്ചു കൊടുക്കാറ്. ഇനി ബാക്കി പ്രോപ്പർട്ടി ലൈൻ ഇതൊന്നും നമുക്ക് 3Dയിൽ ആവശ്യമില്ല. ക്രിയേറ്റഡ് റീജിയൻ നമുക്ക് 3Dയിൽ ആവശ്യമില്ല.